ലളിതമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചൻ്റെ പാദപ്രത്തിൽ കടന്നു വരുവാനും അപ്പച്ചനെ സ്തുതിക്കുവാനും നിന്റെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അടിയുടെ ശക്തിയും ബലനും ജീവനും ദീർഘായുസ്സും തന്നല്ലോ. ഇങ്ങനൊരു സമയം കൂടെ ഒരുക്കി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ ലോകമെമ്പാടുമായിരുന്ന് കർത്താവെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിലും ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുന്ന വെച്ച് അവരെ അനുഗ്രഹിക്കണമേ, അവരെ കർത്താവെ നീ സ്നേഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥിക്കണം ഒരുത്തർക്കും ഒരു കേടോ കെടുതിയോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. ആപത്തനർത്ഥകൾ ഒന്നും വരുന്നത് വ്യാധി, മരണ, രോഗങ്ങൾ, മരണങ്ങൾ ഒന്നും എൻ്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ, വിശ്വാസ കപ്പലുകൾ ഉടഞ്ഞു പോകുവാൻ, നങ്കൂരം മുറിയുവാൻ കർത്താവെ നീ സമ്മതിക്കരുത്. അപ്പച്ച വിശ്വാസത്തിൻ്റെ പോർമുനയിൽ നിന്റെ കുഞ്ഞുങ്ങൾ ശക്തി പ്രാപിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ, കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, ജ്വലിക്കുവാൻ, പ്രകാശിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുത്തരും നശിക്കരുത്, ഒരുത്തർക്കും ഒരു ജീവഹാനി വരരുത്, ഒരു ആപത്ത് വരരുത്. കർത്താവെ തകരരുത്. ബച്ചാങ്ങൾക്ക് ഒരു ആപത്ത്, അനർത്ഥങ്ങളോ കഷ്ടമോ പട്ടിണിയോ ദാരിദ്ര്യങ്ങളോ ഒന്നും അതിൻ്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാനും എൻ്റെ ദൈവം സമ്മതിക്കരുത്. എല്ലാവരും നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുന്ന ബച്ച നീ ബലപ്പെടുത്തിക്കാട്ട്, അനുഗ്രഹിച്ചാട്ട് ഈ പ്രാർത്ഥനകൾക്ക് ആശ്വാസമായി അനുഗ്രഹമായി കാണുവാൻ കർത്താവ് സഹായിക്കണം. അവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അതിനെ ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇവന് കൺവെൻഷൻ തിരക്ക് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എല്ലാം പകലും രാത്രിയിലും തുടർന്ന് പ്രസംഗിക്കണം. ദൈവത്തിന് സ്തോത്രം. നാളേക്ക് 2 മെസ്സേജ് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കണം. ഭയങ്കര കഠിനമായിട്ടുള്ള വർക്കിൻ മധ്യയിലാണ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം. അതിനുവേണ്ടി ഓർക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1176 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നടത്തിക്കൊണ്ട് വന്നു. ഇന്നും കർത്താവ് നമ്മളെ നടത്തിട്ട് ഇന്ന് പ്രാർത്ഥന തടസ്സമില്ലാതെ പോകുക. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വേദവാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായത്തിൻ്റെ 4 വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ല വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ 35:4. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തരികയാണ്. മനോഭീതിയിലുള്ളവരോട് ധൈര്യപ്പെടുവീൻ. ഇന്ന് അനേകർ മനോഭീതിയിൽ ഇരിക്കുകയാണ്. പല വിഷയത്തിൻ്റെ മുഖത്ത് മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾ, ആഞ്ഞടിക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകൾ, അവരെ തകർക്കുവാൻ നോക്കുന്ന, പ്രയാസപ്പെടുത്താൻ നോക്കുന്ന, കലങ്ങ് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ അപ്പടിയെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് തകർന്നു പോയി ഒരു അധൈര്യത്തിക്കുള്ളേ പോകുന്നത് നമ്മൾ കാണും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, മനോഭീതിയിലുള്ളവരോട് ധൈര്യപ്പെടുവേൻ. നമ്മുടെ ദൈവത്തിന് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം പറയാം, നിങ്ങൾ മനോഭീതിയിൽ ഇരിക്കുകയാണോ, ഭയന്നിരിക്കുകയാണോ, നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുകയാണോ, വേണ്ട, ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ട് അടുത്തെന്താ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം, ഭയപ്പെടേണ്ട. ദൈവം തമ്പുരാൻ പറയാ, ഭയപ്പെടേണ്ട. നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഭയന്നുകൊണ്ടിരിക്കുന്നത്? ദൈവം പറഞ്ഞു, നിങ്ങളത് ഭയപ്പെടരുത്. നിങ്ങൾക്ക് ഞാൻ ഭയത്തിൻ്റെ അഭിഷേകത്തെ അല്ല തന്നിരിക്കുന്നത്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. യോബ് പറയുമ്പോൾ ഞാൻ ഭയന്നത് തന്നെ എനിക്ക് സംഭവിച്ചെന്നാണ് പറയുന്നത്. ഒരു കാരണത്തെ കൊണ്ടും ഈ പിശാചിൻ്റെ ഒരു ആയുധമാണ് ഈ ഭയം. ഈ ഭയം വരുമ്പോൾ നിങ്ങളുടെ ആത്മീയ വിളക്കം കാണുകയും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടും എത്ര പ്രാർത്ഥന വീരനാണാലും എത്ര ധൈര്യശാലിയാണാലും ദൈവത്തോട് ഒത്തിരി അടുത്തിരിക്കുന്നതാണാലും ഈ ഭയം അകത്തോട്ട് വരുമ്പോൾ നിശ്ചയമായിട്ടും എല്ലാം പോകും. അന്ന് പത്രോസ് സമുദ്രത്തിന് നടന്ന് നമുക്കറിയാമല്ലോ, നല്ല ധൈര്യമായിട്ട് നടന്നു വന്നു. പക്ഷേ എപ്പോഴാണ് അവൻ താഴോട്ട് പോയത്? അവൻ കുനിഞ്ഞു നോക്കിയപ്പോൾ ആ കാറ്റും വെള്ളവും എല്ലാം കണ്ട് പേടിച്ച് ഭയന്നപ്പോഴാണ് ആഴത്തിലേക്ക് അവൻ പോയത്. അതേപോലെ നിങ്ങൾ ദയവ് ചെയ്ത് ഭയപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടരുത്. ആണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം, നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം, നിങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവം, നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് രക്തം കൊടുത്ത് മേടിച്ച നിങ്ങളുടെ ദൈവം പറയാണ്, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. ദൈവം പറയാണ്, പ്രതികാരവും നിങ്ങൾക്ക് വരുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയും. അങ്ങനെങ്കിൽ ഇന്ന് കർത്താവ് നിന്റെ രോഗക്കടിക്ക് വരുന്നുണ്ട്, നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നിന്റെ വിഷയത്തിൻ്റെ മുന്നേ വരുന്നുണ്ട്. ഏത് വിഷയമാണ് നിന്നെ തളർത്തി, ഭയപ്പെടുത്തി, വേദനിപ്പിച്ച്, ഭീഷണിപ്പിച്ച് വെച്ചിരിക്കുന്നോ അവിടെ ഇപ്പം കർത്താവ് വരുന്നു. അത് നിന്നെയും കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒരുത്തരെയും കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. ആരും അതിനൊരു നീക്കുപോക്ക് പരിഹാരം തരാൻ പറ്റാത്ത വിഷയത്തിൽ നിങ്ങൾ പതറിയിരിക്കുമ്പോൾ, നിങ്ങൾ തളർന്നു കിടക്കുമ്പോൾ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതോ കർത്താവ് അങ്ങോട്ട് വരികയാണ്. കർത്താവ് വന്ന് പറയുകയാണ്,
ദൈവത്തിന് അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവേൻ. ഇത് പറയാൻ വേണ്ടി ദൈവം എന്നെ വെച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് രക്ഷയാണ്, ഇന്ന് നിങ്ങൾക്ക് വിടുതലാണ്, ഇന്ന് നിങ്ങൾക്ക് സൗഖ്യമാണ്, ഇന്ന് നിങ്ങൾക്ക് സമാധാനമാണ്. ഇന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകും. ഒരു മനുഷ്യനെയും കൂടി നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും നിങ്ങൾ വിടുവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പണം കൊണ്ടോ ബലം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയുമില്ല. കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു. കർത്താവിന് സ്തോത്രം. അവൻ നീ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതിന്റെ മേലെ 3-ാമത്തെ വാക്യം പറയുന്നത്, തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. ഇന്ന് അനേകരുടെ കൈകൾ തളർന്നു കിടക്കുകയാണ്. കൈ അടിക്കത്തില്ല, പാട്ട് പാടുമ്പോൾ കൈ അടിക്കത്തില്ല, കൈ കെട്ടിയിരിക്കും, അല്ലെ കൈ മടിയിൽ വെക്കും. ദൈവത്തിന് സ്തോത്രം. കൈ ഉയർത്തി ആരാധിക്കാൻ പറഞ്ഞാൽ അതിന് അനേകർക്ക് നാണക്കേടാ. കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞാൽ അത് നേരത്തെ കൈ കെട്ടിവെക്കും, കൊടുക്കത്തില്ല. ഇത് നിങ്ങൾ ചെയ്യരുത്. ദൈവത്തിന് വേണ്ടി വാരി വാരി കൊടുക്കണം. നിങ്ങളുടെ ദരിദ്രം മാറണോ, കണ്ണുനീര് മാറണോ, നിങ്ങളുടെ ഉപദ്രവങ്ങൾ മാറണോ, നിങ്ങളുടെ കുടുംബം നന്നായിട്ടിരിക്കണോ, തലമുറ അനുഗ്രഹിക്കപ്പെടണോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വാരി വാരി ആത്മാർത്ഥമായി ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ വാരി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൈ എപ്പോഴും പച്ചയായിരിക്കും, തളർന്നു പോകത്തില്ല. അത് സന്തോഷമായിരിക്കും, അത് അനുഗ്രഹമായിരിക്കും. വാരി അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വർഗത്തിന്റെ കലവറ തുറന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് വേദപുസ്തകം നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൈ കൊട്ടിപ്പാടാനോ ഉയർത്തി ആരാധിക്കാനോ അല്ലെങ്കിൽ വാരി കൊടുക്കാനോ നിങ്ങളുടെ കൈ തളർന്നു പോകരുത്. ഇവിടെ പറയുന്ന തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. അത് നിങ്ങൾ വേണം ബലപ്പെടുത്താൻ, ദൈവമല്ല. കൈ തട്ടി ബലപ്പെടുത്തണം, കൈ ഉയർത്തി ആരാധിച്ച് ബലപ്പെടുത്തണം, വാരി കൊടുത്ത് കരങ്ങളെ ബലപ്പെടുത്തണം. അടുത്ത് പറയുന്നത് കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് അനേകർക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നാണക്കേടാ. മുട്ടുമടക്കിയാൽ ഏതോ കുറ്റം പോലെ തോന്നുന്നു, ഏതോ അവർക്ക് ഏതോ ഒരു പണിഷ്മെന്റ് പോലെ തോന്നുന്നു, നാണക്കേട് പോലെ അല്ല. ഏത് സമയത്ത് മുട്ടയിൽ നിന്നുകൊണ്ട് മുട്ടുമടക്കിക്കൊണ്ട് വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങോട്ട് മുട്ടയിൽ നിന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ അത്ഭുതം ചെയ്യും. പിശാചുകളുടെ മുഴങ്കാലുകളെ തളരവയ്ക്കുകയാണ്, മുഴങ്കാലിലെ തളരുകയാണ്. നമ്മുടെ കുഴഞ്ഞ മുഴങ്കാലുകൾ ദൈവനെ നിൽക്കാൻ പറ്റത്തില്ല, അവനൊന്നിനും ജയിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ദാനിയേലിനെ കുറിച്ചല്ലേ ധ്യാനിച്ചത്. അവനോട് ജയിക്കാൻ കാരണം എന്തുവാ? അവന്റെ മുഴങ്കാലാണ്. അവൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക 3 നേരവും. അവന്റെ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സിംഹത്തിന്റെ വായെ കെട്ടി അവനെ സിംഹത്തിന്റെ വായിൽ നിന്നും കർത്താവ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുഴങ്കാലുകൾ നിങ്ങൾ ബലപ്പെടുത്തണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, വാരി കൊടുക്കണം. നിങ്ങൾ പതറരുത്. മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ. നിങ്ങൾ ഭയപ്പെടാതെ, ഭീതിപ്പെടാതെ ധൈര്യപ്പെടുവീൻ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. നിങ്ങളുടെ വീട്ടെ കഥകെ തട്ടി ഇപ്പൊ കൊണ്ടുവരികയാണ്. നിനക്ക് പ്രതികാരം വരുന്നുണ്ട്, പ്രതിഫലം വരും. നിന്റെ കണ്ണുനീരിന് പ്രതിഫലം, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം, നീ കഷ്ടപ്പെട്ടതിന്റെ എല്ലാ കഷ്ടപ്പാടിനും പ്രതിഫലം, നീ വിതച്ചതിനുള്ള എല്ലാ പ്രതിഫലം കർത്താവ് നിനക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് അവസാനം പറയുന്നത്, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും കർത്താവ് ഇന്ന് നിങ്ങളെ രക്ഷിക്കും. നിങ്ങളോട് വിശ്വസിക്കാൻ പറ്റുമോ? ഈ 1176-ാമത്തെ ദിവസം നിങ്ങളുടെ രക്ഷയാണ്, നിങ്ങളുടെ വിടുതലാണ്, നിങ്ങളുടെ സൗഖ്യമാണ്. നിങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും മനം പതറിപ്പോകരുത്, ക്ഷീണിക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇന്ന് 2 ദിവസത്തിന് വേണ്ട, നമ്മളെന്നെ പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാം എന്ന് ചിന്തിച്ചു. പക്ഷേ ഇല്ല, ഇരിക്കുന്ന എനിക്ക് സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഈ ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധൈര്യവും ഒരു സന്തോഷം നിങ്ങൾക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്കാകട്ടോ, ഇത് തനക്ക് സ്വന്തമാക്കുന്നവരെ കരസ്ഥമാക്കുന്നവർക്കാണ് ഈ വിടുതൽ, കേൾക്കുന്നവർക്കല്ല, എല്ലാവർക്കുമല്ല. വിശ്വസിക്കണം, ഏറ്റെടുക്കണം, അവർക്കാണ് വിടുതൽ കർത്താവ് കൊടുക്കുന്നത്. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതെ, അധൈര്യപ്പെടാതെ ധൈര്യപ്പെടുവീൻ. കർത്താവ് കൂടെയുണ്ട്, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, മറക്കയില്ല, നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവെ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം ചെയ്യുന്ന പച്ച, ഈ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലെ വെളിയിലുമായി ഇരുന്ന് അനേക കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട്. അവിടെ എല്ലാം ജീവിതത്തിൽ ആശ്വാസത്തിന്റെ, അനുഗ്രഹത്തിന്റെ ഒരു ഉറവിടമായി ഇത് മാറട്ടെ പച്ച. ദൈവമേ, നിന്റെ മഹത്വമുള്ള കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നീട്ടണമേ, അവരിത് തൊടണമേ. ഇന്ന് അവരുടെ വീട്ടിലോട് നീ പോകുന്നതിനായി സ്തോത്രം. അവരെ നീ ആശ്വസിപ്പിക്കുവാൻ, വിടുവിക്കുവാൻ ദൈവം കടന്നു ചെല്ലുന്നതിനായി സ്തോത്രം. ഓരോ ഭവനത്തിലും ഇന്ന് ചെന്ന് നിന്റെ സമാധാനത്തെ കൊടുക്കണം, സന്തോഷത്തെ കൊടുക്കണം, അനുഗ്രഹത്തെ കൊടുക്കണം, ജീവനെ കൊടുക്കണം, സൗഖ്യത്തെ കൊടുക്കണം. ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്താണ് കുഞ്ഞുങ്ങൾ ഇപ്പൊ തളർന്നു കിടക്കുന്നത്, ഏതെല്ലാമാണ് അവർക്ക് പരാജയപ്പെട്ട് കിടക്കുന്നത്, ഏതെല്ലാമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ മുട്ടിക്കിടക്കുന്നത്, കർത്താവ് ഏതെല്ലാം വിഷയമാണ് അവരെ തല കുനിച്ച് വെച്ചിരിക്കുന്നത്, ഏതെല്ലാം വിഷയമാണ് അവരെ ഭയപ്പെടുത്തുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, ഏത് വിഷയം അവരെ ബലഹീനപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അവരുടെ ദൈവത്തിന്റെ കരം ഇപ്പൊ ചലിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ദൈവം ഇപ്പം നടന്നു ചെല്ലുന്നതിനായി സ്തോത്രം. ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭവനത്തിലും ഇറങ്ങി വന്ന് ഇപ്പൊ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി
നന്ദിയോട് തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം അപ്പച്ച. ഒരുത്തർക്കും ഒരു ആപത്തോ കെടുതിയോ കേടോ വരുവാൻ ദൈവമേ നീ സമ്മതിക്കരുത് അപ്പച്ച. ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ നീ സമ്മതിക്കരുത്. ഒരു ആപത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ നീ സമ്മതിക്കരുത്. ഒരു കഷ്ടപ്പാട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ നീ സമ്മതിക്കരുത് അപ്പച്ച. എൻ്റെ ദൈവമേ, അവരെ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ, മറക്കരുതേ അപ്പച്ച. നിന്റെ തൃക്കരം, നിന്റെ തൃക്കരം, നിന്റെ തൃക്കരം അപ്പച്ച, നിന്റെ തൃക്കരം യേശുവച്ച, നിന്റെ തൃക്കരം, നിന്റെ അത്ഭുതത്തിന്റെ തൃക്കരം, നിന്റെ അത്ഭുതത്തിന്റെ തൃക്കരം ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ നേരെ നീട്ടണമേ, നീട്ടണമേ അപ്പച്ച, നീട്ടണമേ, നീട്ടണമേ. ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം തിരുമേനി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അതിശയങ്ങൾ നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. മഹത്വമേറി നിന്റെ വീര്യമുള്ള കരം നിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തൊടുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കാണുന്ന സകല പ്രതിസന്ധികൾ, സകല പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, മരണഭയങ്ങൾ, എല്ലാ പട്ടിണി, ദാരിദ്ര്യങ്ങൾ, അവരനുഭവിക്കുന്ന നിന്ദകൾ, എല്ലാ വേദനകൾ, എല്ലാ കണ്ണുനീർ, എല്ലാ കലക്കത്തിൻ മധ്യയിലും കർത്താവിന്റെ വലിയ കരം ഇറങ്ങി വന്ന് ഇന്നൊരു അത്ഭുതത്തെ ചെയ്ത് നിന്റെ കുഞ്ഞുങ്ങളെല്ലാം തൊട്ട് രക്ഷിച്ച് അവരെ എഴുന്നേൽപ്പിക്കണമേ, വിടുവിക്കണമേ. കർത്താവേ, മഹത്വം തിരുമേനി എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഒരുത്തരും കൈവിട്ട് പോകരുത്, ഒരുത്തരും തളർന്നു പോകരുത്, ഒരുത്തരും ക്ഷീണിതരാകരുത്, ഒരുത്തരും കർത്താവേ ലജ്ജിക്കരുത്, ഒരുത്തരും കർത്താവേ സ്തോത്രം നാണിച്ച് തലകുനിവാൻ എൻ്റെ ദൈവമേ നീ സമ്മതിക്കരുത് ഞാൻ പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ വലിയ കരം, കർത്താവിൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം, അത്ഭുതങ്ങളെ ചെയ്യുന്ന കരം, ചെങ്കടലെ രണ്ടാകെ വഴി തുറന്ന കർത്താവിൻ്റെ കരം, യോർദാനെ രണ്ടായി കർത്താവ് വിഭാഗിച്ച ദൈവത്തിൻ്റെ കരം, കൺമലയിൽ നിന്നും വെള്ളത്തെ കൊടുത്ത കർത്താവിൻ്റെ കരം, ഇസ്രായേൽ ജനങ്ങൾക്ക് മരുഭൂമിയിൽ അനുദിനവും മന്നായെ കൊടുത്ത് കാടയെ കൊടുത്ത് പോഷിപ്പിച്ച ദൈവത്തിൻ്റെ കരം ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കണം. പറവോന്റെ കൈ നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചല്ലോ, ആ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. പൈശാചിക ബന്ധനത്തിന്, രോഗത്തിന്, പ്രയാസത്തിന്, പാപത്തിന്, പട്ടിണിയും ദാരിദ്ര്യത്തിനും കർത്താവേ ഈ ഉലകത്തിന്റെ മോഹത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ, വിടുവിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. മഹത്വം തിരുമേനി എടുക്കുന്നതിനായി സ്തോത്രം. നിന്റെ ദിവ്യ ശക്തി കുഞ്ഞുങ്ങൾ ഇപ്പൊ പകരുന്നതിനായി സ്തോത്രം. നിന്റെ വിടുതലിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീട്ടുന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വിലയേറപ്പെട്ട അഭിഷേകം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പൊ പകരുന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന പച്ച. ദുഃഖത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ, തല കുനിഞ്ഞിരിക്കട്ടെ, തലയെല്ലാം നിവരട്ടെ കർത്താവേ. നാണിച്ച് കർത്താവെ പതറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ധൈര്യപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കട്ടെ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ, പ്രകാശിക്കട്ടെ പച്ച. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, നീ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. രോഗക്കടക്കൾ, മരണക്കടക്കുകൾ, ദാരിദ്ര്യങ്ങൾ, പട്ടിണികൾ, എല്ലാ ശാപങ്ങൾ, നിന്ദകൾ എല്ലാം കുടുംബങ്ങളെ വിട്ട് മാറ്റുക പച്ച. മറ്റവർ കണ്ട് പരിഹസിക്കുന്നു, മറ്റവരുടെ ചിരിക്കുന്നു. നീ വിളിച്ച ദൈവം എന്തിയെ, നിന്റെ ആരാധിക്കുന്ന ദൈവം എന്തിയെ, നീ ആരുടെ പുറകെ പോയതാ, ദൈവം നിന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞ് അനേകരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, നാണിപ്പിക്കുന്നുണ്ട്. കർത്താവെ, അവിടെ ദൈവത്തിന്റെ കരമൊന്ന് പ്രവർത്തിക്കണം. അവിടെ നാണിച്ചവർ, തലകുനിഞ്ഞവർ, ലജ്ജിച്ചവരെല്ലാം ദൈവത്തിന്റെ മുന്നിൽ തലനൂർ നിൽക്കുവാനാണ് കർത്താവ് സഹായിക്കണം. കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മനം പതറിപ്പോകാൻ സമ്മതിക്കരുത് പച്ച. മനം പതറിപ്പോകാൻ സമ്മതിക്കരുത്, തളർന്നു പോകാൻ സമ്മതിക്കരുത് പച്ച. ഇവിടെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയ. യാരെല്ലാം ഇപ്പൊ മനോഭീതിയോട് ഇരിക്കുന്നു അവരിപ്പോ ധൈര്യപ്പെടേണ്ട പച്ച, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. ദൈവത്തിന് സ്തോത്രം. കഥയെ തട്ടിയത് കൊടുക്കുന്നതിനായി സ്തോത്രം. ദൈവമേ ഇത് കൊടുക്കുന്നതിനായി സ്തോത്രം പച്ച. സ്തോത്രം. പ്രതികാരവും പ്രതിഫലനും എന്റെ ദൈവം കൊണ്ടുവരുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന പച്ച. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പട്ടിണി നിന്ന് രക്ഷിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ ലോകത്തിരിക്കുന്ന കഷ്ടപ്പാട് നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ രക്ഷകനായ ദൈവം ഇറങ്ങി അവിടെ ഭവനത്തിലേക്ക് നീ ചെല്ലുന്നതിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന പച്ച. നിന്നെ സ്തോത്രം ചെയ്യും. മഹത്വം എടുക്കനായി സ്തോത്രം. അത്ഭുതം നീ പ്രവർത്തിക്കനായി സ്തോത്രം. വിടുതലിന്റെ വലിയ കരം, വീര്യം പ്രവർത്തിക്കനായി സ്തോത്രം. കർത്താവേ, നിന്റെ ദിവ്യ ശക്തി നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ പകരുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ ദിവ്യ കൃപ ദൈവമേ ഇറങ്ങട്ടെ പച്ച. വെളിപ്പെടട്ടെ പച്ച. ഓ നീ വലിയവൻ, നീ മാറാതവൻ പച്ച. നീ ജീവിക്കുന്നവൻ, നീ ജീവാധിപതി പച്ച. മരണത്തെ ജയിച്ചവൻ, സകലത്തിനു മേലും ജയമെടുത്ത ദൈവം, നീ ഉന്നതങ്ങളിൽ വാസം ചെയ്ത് ദൈവമായിരിക്കാലും സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായിട്ടുള്ള കാര്യം, അതിശയമായിട്ടുള്ള കാര്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ചെയ്യണമേ. ഇന്ന് ഈ പ്രാർത്ഥന എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ആശ്വാസമായി, സന്തോഷമായി, സമാധാനമായി കാണുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ ദൈവം പ്രാർത്ഥനയായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചനായി സ്തോത്രം. വിടുതലെ കൽപ്പിച്ചനായി സ്തോത്രം. ആശ്വാസത്തിന്റെ നദി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പൊ പകരുന്നതിനായി സ്തോത്രം വെച്ച. ഓ നിന്റെ വലിയ വീര്യ പ്രവർത്തികൾ ഓരോരുത്തരും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കാനായി സ്തോത്രം. വിടുതലിന്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദുഃഖം, കണ്ണുനീർ, പ്രയാസങ്ങൾ, എല്ലാ മാറായുടെ അനുഭവങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ വിട്ട് മുറ്റുമായി മാറിപ്പോന്നതിനായി സ്തോത്രം. എല്ലാ വാടിയ മുഖങ്ങളും തളർന്ന മുഴങ്കാലുകളും കർത്താവേ സ്തോത്രം ബലപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തളർന്ന കൈകളും മുഴങ്കാലെല്ലാം ബലപ്പെടുവதாக അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ കൊടുക്കുന്നു. അപ്പച്ചൻ വലിയ പ്രവർത്തനായി സ്തോത്രം. മനുഷ്യനാൽ കൂടാതെ ദൈവത്താൽ കൂടുതൽ വിശ്വസിക്കാൻ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻകാര്യത്തെ ചെയ്താൽ എല്ലാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.
നിശ്ചയമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്.